നാടിനെ കണ്ണീരിലാഴ്ത്തിയ പ്രളയ ദുരന്തത്തിൽ തലമുറകളുടെ അധ്വാനവും കരുതലും ഒഴുകിപ്പോയ കോട്ടയം, ഇടുക്കി ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളുടെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും സഹായ സമാശ്വാസ പദ്ധതികളുമായി KCBCയും വിവിധ രൂപതകളും ക്രൈസ്തവ സംഘടനകളും ഒന്നടങ്കം രംഗത്ത് വന്നത് ആർക്കും മറക്കാനാവില്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ജാതിമത വ്യത്യാസമില്ലാതെ കത്തോലിക്ക സഭ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ മുൻനിര ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നില്ല എങ്കിലും ആരെയും അറിയിക്കാതെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി നിശബ്ദമായി കത്തോലിക്ക സഭ ചെയ്യുന്ന കാര്യങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ പ്രളയ ദുരന്തത്തിൽ സഭയുടെ ഇടപെടലും സഹായങ്ങളും. പേമാരിയിൽ കൈത്താങ്ങായ കത്തോലിക്ക സഭ എന്ന ഷെക്കേന ന്യൂസിന്റെ ഈ പ്രത്യേക പരിപാടിയിലൂടെ കേരള കത്തോലിക്ക സഭ ചെയ്ത കാര്യങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറയുകയാണ്. ആർത്തലച്ചെത്തിയ പേമാരിയിൽ മുങ്ങിത്താണത് നിരവധി സ്വപ്നങ്ങളും വിലയേറിയ ജീവനുകളുമായിരുന്നു. കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരുടെ ദുഃഖവും അതിനൊപ്പമുണ്ടായിരുന്നു. കനത്ത മഴയ്ക്കൊപ്പം ഉരുൾപൊട്ടലും സംഭവിച്ചതോടെ നഷ്ടങ്ങളുടെ കണക്കിനൊപ്പം കണ്ണീരും എണ്ണിത്തീരാത്തതായി. എന്നാൽ ദുരിതബാധിതർക്ക് കരുതലേകാനും അവരെ സ്വാന്തനിപ്പിക്കാനും കത്തോലിക്ക സഭ എന്നത്തേതുപോലെ മുന്നോട്ടു വരികയായിരുന്നു. ഈ സാഹചര്യത്തിൽ വിവിധ രൂപതാ പിതാക്കന്മാർ നേരിട്ടെത്തി ദുരിതബാധിതരുടെ വേദനയിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. പ്രകൃതിക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുന്നതിനും സഹായം നൽകുന്നതിനുമായി കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കുകയും പ്രളയത്തിൽ പരിക്കേറ്റവർക്ക് രൂപതയുടെ കീഴിലുള്ള മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൗജന്യ ചികിത്സ ഒരുക്കുകയും ചെയ്തിരുന്നു. മഴക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച പ്രദേശങ്ങളായ മുക്കുളം, വടക്കേമല, കൂട്ടിക്കൽ, ഏന്തയാർ, മേലോരം, അഴങ്ങാട് ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പെരുവന്താനം മേഖല, മുണ്ടക്കയം, പാലൂർക്കാവ്, തെക്കേമല, എരുമേലി, കുറുവാമൂഴി, പഴയകൊരട്ടി, കാഞ്ഞിരപ്പള്ളി ടൗൺ, അഞ്ചലിപ്പ, ചെറക്കടവ്, ചെറുവള്ളി എന്നിവിടങ്ങളിലാണ് മാർ ജോസ് പുളിക്കൽ സന്ദർശിച്ചത്. വെള്ളം കയറി നശിച്ച ഭവനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും മാർ ജോസ് പുളിക്കൽ സന്ദർശിച്ചു. വാഹനങ്ങൾ എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലെ രോഗികളെ ആശുപത്രി ജീവനക്കാർ സ്ട്രെക്ചറിലെടുത്ത് ആംബുലൻസിൽ കൊണ്ടുവന്നാണ് ചികിത്സകൾ നൽകിയത്. പ്രളയ ദുരന്തത്തിൽപ്പെട്ട വ്യക്തികളെ നേരിൽ കണ്ട് ആശ്വാസം പകർന്ന മാർ ജോസ് പുളിക്കൽ പ്രളയബാധിതരെ കൈപിടിച്ചുയർത്താൻ റെയിൻബോ 2021 എന്ന പേരിൽ പുനരധിവാസ പദ്ധതിയും പ്രഖ്യാപിച്ചു. വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് ആശ്വാസമേകുവാൻ എല്ലാവർക്കും മാനുഷികവും ധാർമ്മികവുമായ ഉത്തരവാദിത്വമുണ്ടെന്ന് പറഞ്ഞ കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ രൂപതയുടെയും ഇടവകളുടെയും സ്ഥലങ്ങളിൽ അനുയോജ്യമായവ കണ്ടെത്തിയും സുമനസ്സുകളുടെ സ്ഥലങ്ങൾ സംഭാവനയായി സ്വീകരിച്ചും പുനരധിവാസ ഭവന നിർമ്മാണ പദ്ധതിക്കായി രൂപത ഒരു ഭൂനിധി രൂപീകരിക്കുവാൻ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. മഴവില്ല് പ്രതീക്ഷയുടെയാണ്, പ്രകാശത്തിന്റെ ഒരു അടയാളമാണ്. അത്തരമൊരു അടയാളവുമായിട്ട് നമ്മൾ ഈ നിരാശപ്പെട്ട് ഇരുണ്ടുമങ്ങിയ മുഖവുമായി ജീവിതവുമായി കഴിയുന്ന മനുഷ്യരുടെ മുമ്പിൽ ഇത്തരമൊരു അടയാളം നമ്മൾ കൊടുത്തുകൊണ്ട് ആ ഒരു പേരിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഒരിക്കലും ഇത് വെറുതെ ഒരു പേരിന്റെ പേരിൽ മാത്രമുള്ളതല്ല, ഒരു പ്രവർത്തന പദ്ധതിയാണ്. പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് രൂപത ഒരു ഭൂനിധി രൂപീകരിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. രൂപതയുടെ തന്നെ ഇടവകയുടെ ഭാഗമോ മറ്റേതെങ്കിലും ഭാഗങ്ങളോ താമസയോഗ്യമായ സ്ഥലങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കുറച്ചൊക്കെ വിട്ടുതരാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാധിക്കുന്ന അത്രയും. എന്നിട്ട് അവിടെ വീടുകൾ വെച്ച് വീടുകൾ നിശേഷം നഷ്ടപ്പെട്ട് ഇനി നഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വീട് വെക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളവരെ അവിടെ നിന്ന് മാറ്റി അവിടെ കൊണ്ടുവന്ന് അവർക്ക് പാർപ്പിടങ്ങൾ സജ്ജീകരിക്കുവാനുള്ള ഒരു തീവ്ര യത്ന പരിപാടി സർക്കാരിനോട് ചേർന്ന് നടത്തുന്നതിന്റെ ഭാഗമാണ് ഭൂനിധി രൂപീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. രൂപതയുടെ മറ്റ് പല പ്രയോറിറ്റികളുമുണ്ട്. ആ പ്രയോറിറ്റികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അടിയന്തര പ്രാധാന്യം കൊടുത്ത് മനുഷ്യന്റെ ജീവൻ അപകടത്തിലായിരിക്കുന്ന, അവരുടെ അതിജീവനം അസാധ്യമായിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഈ ഒരു ചിന്തയിൽ ഉള്ളത്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രമല്ല, ഈ പ്രദേശങ്ങളിൽ വന്നിരിക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചുള്ളൊരു അവബോധം ആളുകൾക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും ആളുകൾ സഹകരിക്കും
എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രകൃതിക്ഷോഭത്താൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി കാഞ്ഞിരപ്പള്ളി രൂപത തയ്യാറാക്കിയ റെയിൻബോ 2021 പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ 130 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം വില വരുന്ന ഗൃഹോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു. ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസവും അറ്റകുറ്റപ്പണികളും നഷ്ടങ്ങളുണ്ടായവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുവാൻ വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമാണ് നടപ്പിലാക്കുന്നത്. രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗങ്ങളായ മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റി, പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയിലൂടെ സഹായങ്ങൾ ആവശ്യമായ സ്ഥലങ്ങളിൽ അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ രൂപത നേതൃത്വം ചെയ്തിരുന്നു. കൂടാതെ രൂപതയുടെ പുനരധിവാസ പദ്ധതിയിൽ പങ്കുചേരാൻ ഏവരും മുന്നോട്ട് വരാൻ മാർ ജോസ് പുളിക്കൽ അഭ്യർത്ഥിക്കുകയും ചെയ്തു. പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന കൂട്ടിക്കൽ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും കൂട്ടിക്കലിന്റെ പുനർനിർമ്മിതിക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും കൂട്ടിക്കൽ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ മിഷന് രൂപം കൊടുക്കുകയും ചെയ്ത പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രകൃതിക്ഷോഭത്തിൽ വീടും വീട്ടുപകരണങ്ങളും ജീവനോപാധികളും നഷ്ടപ്പെട്ടവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പാലാ രൂപത പ്രതിജ്ഞാബദ്ധമാണെന്ന് പങ്കുവച്ചു. പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ട അനേകം കുടുംബങ്ങൾക്ക് ആശ്വാസം പ്രദാനം ചെയ്തുകൊണ്ട് പാലാ രൂപതയുടെ കൂട്ടിക്കൽ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാവരെയും മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിനന്ദിച്ചു. പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ പുനർനിർമ്മിച്ചു നൽകാനുള്ള സർക്കാർ നീക്കം അഭിനന്ദനീയമാണെന്നും കൂട്ടിക്കലിന്റെ പുനർനിർമ്മിതിക്ക് സർക്കാരിനൊപ്പം പ്രവർത്തിക്കാൻ പാലാ രൂപത സജ്ജവും സന്നദ്ധവുമാണെന്നും പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. നാനാജാതി മതസ്ഥരായ 171 കുടുംബങ്ങൾക്ക് രൂപതയുടെ വിവിധ ഇടവുകളിൽ നിന്ന് സമാഹരിച്ച ഗൃഹോപകരണങ്ങൾ, ഗ്യാസ് സ്റ്റൗ, കട്ടിൽ, ബെഡ്, പഠനോപകരണങ്ങൾ, സാനിറ്റൈസേഷൻ ഐറ്റംസ് എന്നിവ ഉൾപ്പെടുന്ന അതിജീവന കിറ്റുകളുടെ വിതരണം മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. ദുരന്തഭൂമിയായ കൂട്ടിക്കൽ, കൊക്കയാർ, പൂഞ്ഞാർ, തെക്കേക്കര പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളുടെ പുനർനിർമ്മിതിക്ക് കൂട്ടിക്കൽ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ മിഷന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് രൂപം കൊടുത്തിരുന്നു. പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മേലെപ്പറമ്പിന്റെ നേതൃത്വത്തിൽ വൈദികരും വിശ്വാസികളും അടങ്ങുന്ന സംഘത്തിനാണ് ബിഷപ്പ് രൂപം കൊടുത്തത്. കൂട്ടിക്കൽ ദുരിതബാധിതർക്ക് പാലാ രൂപതയുടെ സഹായഹസ്തം പരിപാടിയുടെ ഭാഗമായി ഇടവക പള്ളികളും പഞ്ചായത്ത് അധികൃതരും തയ്യാറാക്കിയ അർഹരുടെ പട്ടികയിലുള്ള 50 കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിതരണം ചെയ്തു. വീടുകൾക്ക് സ്ഥലം കണ്ടെത്തുന്നതിനും വീടുകളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും രൂപതയുടെ തുടർ സഹായം ഉണ്ടാകുമെന്നും മെത്രാൻ കൂട്ടിച്ചേർത്തു. അതേസമയം കാരിത്താസ് ഇന്ത്യ ഡയറക്ടർ ഫാദർ പോൾ മോഞ്ഞേലി കൂട്ടിക്കൽ പ്രദേശം സന്ദർശിച്ചു. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും കനത്ത മഴയും സൃഷ്ടിച്ച് കടുത്ത ദുരിതത്തിലായ കൂട്ടിക്കൽ പ്രദേശത്തെ കടകളും വീടുകളും വൃത്തിയാക്കാൻ പാലാ രൂപതയിലെ യുവ വൈദികരും യുവജനങ്ങളും എത്തിയപ്പോൾ പാലാ പിതാവ് കൂട്ടിക്കൽ ടൗണിലുള്ള കടയിൽ എത്തിച്ചേർന്ന് യുവ വൈദികർക്ക് പ്രോത്സാഹനവും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും കൂട്ടിക്കൽ ദേശത്തിന്റെ പുനർനിർമ്മാണത്തിനും ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി ചേർന്ന് എല്ലാ സഹായവും സഹകരണവും നൽകുമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് മടങ്ങിയത്. പാലാ അറക്കുളം പഞ്ചായത്തിലുണ്ടായ ഉരുൾപൊട്ടലിലും ശക്തമായ മലവെള്ളപ്പാച്ചിലിലും അകപ്പെട്ട 2 കുടുംബങ്ങൾക്ക് രക്ഷകനായി പാലാ രൂപത മൂലമറ്റം സെന്റ് ജോർജ് ഫൊറോനപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പേണ്ടാനത്തെത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. നദീതീരത്ത് താമസിക്കുന്ന അറയ്ക്കൽ, പാറയ്ക്കൽ കുടുംബങ്ങളെയാണ് അച്ഛനും ബേബിച്ചും തട്ടാമ്പറമ്പിൽ ചേർന്ന് രക്ഷപ്പെടുത്തിയത്. അറയ്ക്കൽ ഷാജിയുടെ ഭാര്യ ബീന, കിടപ്പ് രോഗിയായ പാറയ്ക്കൽ അന്നമ്മ എന്നിവരെ വടം കെട്ടി വലിച്ചാണ് അച്ഛനും ബേബിച്ചനും രക്ഷപ്പെടുത്തിയത്. ഒരു വൈദികന്റെ ധീരമായ നടപടി 2 ജീവനുകളാണ് രക്ഷിച്ചത്. ദുരന്തമുഖത്ത് കത്തോലിക്ക സഭയുടെ വിവിധ യുവജന പ്രസ്ഥാനങ്ങൾ ചെയ്ത സ്തുത്യർഹമായ സേവനങ്ങൾ വിസ്മരിക്കാനാവാത്തതാണ്. റോഡുകൾ വൃത്തിയാക്കിയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണവും മരുന്നും വസ്ത്രവും എത്തിച്ചാണ് വിവിധ രൂപതകളിലെ KCYM SMYM പ്രവർത്തകർ മാതൃകയായത്. വിവിധ രൂപതകളിൽ നിന്നുള്ള യുവജനങ്ങൾ വിവിധ ടീമായി തിരിഞ്ഞ് ദുരിതബാധിത മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയത്. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ സീറോ മലബാർ, സീറോ മലങ്കര, നാനായ, ലത്തീൻ വിഭാഗങ്ങളിലെ യുവജനങ്ങൾ ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ചും വൈദികർക്കൊപ്പം സ്ഥലങ്ങൾ സന്ദർശിച്ച് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു. KCYM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ മുഴുവൻ രൂപതകളിലെയും യുവജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കൈത്താങ് എന്ന പേരിൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി.
മഴ ഏറ്റവും കൂടുതൽ നാശം വിതച്ച കാഞ്ഞിരപ്പള്ളി രൂപതയിലെ അഴങ്ങോട് പരിസര പ്രദേശത്ത് നടത്തപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് KCYM സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര നേതൃത്വം നൽകി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ KCYM സംസ്ഥാന പ്രസിഡന്റ് അടക്കം 110ഓളം ഭാരവാഹികളും പങ്കാളികളായി. കൂടാതെ ദുരിതബാധിത മേഖലകളിൽ സഹായങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ധനശേഖരണാർത്ഥം KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ 100 രൂപ ചലഞ്ചും സംഘടിപ്പിച്ചിരുന്നു. ചരിത്രത്തിലാദ്യമായി വെള്ളം കയറി നാശനഷ്ടമുണ്ടായ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് കാഞ്ഞിരപ്പള്ളി, പാലാ രൂപതകളിലെ KCYM SMYM യുവജനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത്. 100ൽ പരം യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അഞ്ചലിപ്പ, ചെറുവള്ളി പ്രദേശങ്ങളിലെ വീടുകളിലും മഠങ്ങളിലും ആതുരാലയങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മഴക്കെടുതിയിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ച ഏന്തയാർ, മുക്കുളം, വടക്കേമല, കൂട്ടിക്കൽ പ്രദേശങ്ങളിലേക്ക് 300ൽ പരം യുവജനങ്ങൾ എത്തി. ഈ പ്രദേശങ്ങളെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന പ്രധാന റോഡ് പൂർണ്ണമായും നശിക്കുകയും ഗതാഗത യോഗ്യമല്ലാതാവുകയും ചെയ്തതിനെ തുടർന്ന് തകർന്നു കിടന്ന റോഡ് പുനരുദ്ധരിക്കുകയും ഗതാഗത യോഗ്യമാക്കി തീർക്കുകയും ചെയ്തു. ചെളി അടിഞ്ഞുകൂടിയ വീടുകൾ വൃത്തിയാക്കി നൽകിയും പാലങ്ങളിലും റോഡുകളിലും അടിഞ്ഞുകൂടിയ വലിയ കമ്പുകളും കല്ലുകളും മാറ്റിയും യുവജനങ്ങൾ നാടിനായി ഒന്നുചേർന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായി കാഞ്ഞിരപ്പള്ളി രൂപത രൂപീകരിച്ച SMYM ടാസ്ക് ഫോഴ്സിന്റെ പ്രവർത്തനം നിരവധി പേർക്കാണ് ആശ്വാസമേകിയത്. യുവജനങ്ങൾക്കൊപ്പം എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനവുമായി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലും SMYM രൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കൊച്ചുപുരയ്ക്കലും വൈദികരും സന്യസ്തരും കൂടെയുണ്ടായിരുന്നു. അതേസമയം കൂട്ടിക്കൽ, ഏന്തയാർ മേഖലയിലെ വീടുകളിലെ ചെളിയും മണലും നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ KCYM തൃശൂർ അതിരൂപത സമിതി ഭാരവാഹികളും വൈദികരും പങ്കാളികളായി. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വിവിധ രൂപതകളും സന്യസ്തരും വൈദികരും വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും അടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ ഒന്നുചേർന്ന് ഒരു നാടിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുവാനുള്ള കഠിന പ്രയത്നത്തിൽ കത്തോലിക്ക സഭ നടത്തിയ ഇടപെടലുകളും സഹായങ്ങളും വിസ്മരിക്കാനാവാത്തതാണ്. കൂട്ടിക്കൽ, കൊക്കയാർ മേഖലകളിൽ കടന്നുചെന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കൈമേയ് മറന്ന് പ്രവർത്തിച്ച കമ്മില്ല സഭാംഗങ്ങളായ വൈദികരുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായിരുന്നു. ദുരിതാശ്വാസ മേഖലകളിൽ കടന്നുചെന്ന വൈദികർ വീടുകളിലും മറ്റും അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്തും പരിസരങ്ങൾ വൃത്തിയാക്കി നൽകുകയും ചെയ്തു. സ്വദേശത്തും വിദേശത്തും ദുരന്തബാധിത മേഖലകളിലേക്ക് ഓടിയെത്തുന്ന കമ്മിലിസ് വൈദികരുടെ സുദീർഘമായ സേവനങ്ങൾ വിസ്മരിക്കപ്പെടാനാവാത്തതാണ്. അപ്രതീക്ഷിത പ്രളയത്തിൽ മുങ്ങിപ്പോയ ആരോരുമില്ലാത്ത നിരവധി അന്തേവാസികൾക്ക് താമസ സൗകര്യമൊരുക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലെ അഭയഭവനെ തിരികെ പുനർജീവിപ്പിക്കുവാൻ കഠിന പ്രയത്നം ചെയ്തത് പാലാ രൂപതയിൽ നിന്നുള്ള യുവദീപ്തി SMYM പ്രവർത്തകരാണ്. അഭയഭവന്റെ സർവ്വവും പ്രളയം കവർന്നെങ്കിലും അന്തേവാസികൾ സുരക്ഷിതരായതിന്റെ ആശ്വാസത്തിലാണ് നടത്തിപ്പുകാരായ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി അംഗങ്ങളും നാട്ടുകാരും. 1954 മുതൽ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിലെ അഞ്ചലിപ്പയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അഭയഭവൻ. ആരോരുമില്ലാത്തവരും കിടപ്പ് രോഗികളുമായ 21 പേരാണ് അഭയഭവനിൽ അന്തേവാസികളായുള്ളത്. ഇവർക്ക് തുണയായി തൃശൂർ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി കോൺഗ്രിഗേഷനിലെ 5 സന്യാസിനിമാരാണുള്ളത്. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മൂലം അവശരായ അന്തേവാസികൾക്ക് ആവശ്യമായ പരിചരണങ്ങൾ നൽകി മുന്നോട്ടു പോകവെയാണ് അപ്രത്യക്ഷമായുണ്ടായ പ്രളയം അഭയഭവനെ തകർത്തത്. അഭയഭവൻ കെട്ടിടം സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്ത പുഴയിൽ നിന്നും പ്രളയജലം ഇരച്ചെത്തിയതിനെ തുടർന്ന് നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് കിടപ്പ് രോഗികളടക്കമുള്ള അന്തേവാസികളെ സ്ഥലത്തു നിന്നും തൊട്ടടുത്തുള്ള അഞ്ചലിപ്പ 10ാം പിയൂസ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയത്. താൽക്കാലികമായി പള്ളി ഓഡിറ്റോറിയത്തിൽ അന്തേവാസികൾക്കായി ഒരുക്കിയ പരിമിതമായ താമസ സൗകര്യങ്ങളിലും സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സഭയിലെ സന്യാസിനിമാർ തങ്ങളുടെ സേവനപാതയിൽ ദൈവത്തിൽ ആശ്രയിച്ച് വ്യാപൃതരാണ്. അഭയഭവന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് നോക്കിയപ്പോൾ ആൾക്കാരും പോകുന്നുണ്ട്. നമ്മുടെ മുറ്റത്തേക്ക് വെള്ളം അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മുടെ മുറ്റം നിറഞ്ഞു. നമ്മുടെ മതിൽ തള്ളിപ്പോൾ അന്തേവാസിയിൽ നമ്മുടെ ഒരാൾ വന്നിട്ട് തുളസി വന്നിട്ട് എന്നോട് പറഞ്ഞു, മദർ ഇനി നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എവിടേക്കെങ്കിലും നമുക്ക് പോകണം, മതിലിടിഞ്ഞു പോയി നമ്മുടെ. ഇപ്പോൾ റോഡും ആറും അഭയഭവൻ്റെ മുറ്റമൊക്കെ ഒരേപോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോഴേക്കും ആൾക്കാരെല്ലാം കൂടി മുറ്റത്ത് കുറേ പാത്രങ്ങളൊക്കെ കിടന്നിരുന്ന് അവർ പറക്കി അടുക്കളയിലേക്ക് ഇട്ടു, വാതിലടച്ചു. എന്നാൽ ഒഴുകി പോകില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരെ കയറ്റി കൊണ്ടുപോകാൻ പാരിഷ് അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെ അവർ ജീപ്പ് കൊണ്ടുവന്നു. കിടപ്പ് രോഗികളെ എല്ലാവരും എടുത്തു. രോഗികൾക്കാണെങ്കിൽ ഞങ്ങളില്ലാണ്ട് അവരെടുത്ത് കൊണ്ടുവരുമ്പോൾ പോരാൻ വിഷമം. അപ്പോൾ പിന്നെ ഞങ്ങളൊപ്പം അവരെ നിന്ന് കിടപ്പ് രോഗികളെ എല്ലാവരും എടുത്ത് വണ്ടിയിലൊക്കെ കയറ്റി ഒരു 2-3 ട്രിപ്പായിട്ട് അവരടിച്ച് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളൊക്കെ വണ്ടി വന്നപ്പോഴേക്കും വണ്ടി അങ്ങോട്ട് കടക്കാണ്ടായി, അരയ്ക്കൊപ്പം വെള്ളമായി. പിന്നെ ഞങ്ങൾ ഒരു സാധനം എടുത്തില്ല, എല്ലാം ഞങ്ങൾ പോയി. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോന്നു. അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായി. ഇവിടെ വന്നപ്പോൾ
ഞങ്ങൾക്ക് അച്ഛൻ ഈ പരീക്ഷകളും ഒരുക്കി തന്നു. പിന്നെ അച്ഛൻ ഫുഡൊക്കെ അച്ഛൻ ഓരോരുത്തരോട് പറഞ്ഞു, അച്ഛൻ തന്നെ ക്രമീകരിച്ചു. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം കിടക്കാൻ നേരത്തെ അച്ഛൻ ഞങ്ങൾക്ക് തോർത്തോ ഒന്നുമില്ല. അപ്പോൾ അച്ഛൻ്റെ വക മെത്തപ്പായ ഷീറ്റുകൾ തോർത്ത് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോൾ ലൈറ്റില്ല. വൈകുന്നേരം ഷിബു വരണ വരെ കാത്തു നിന്ന് അച്ഛൻ ജനറേറ്റർ അടുപ്പിച്ച് തന്നു. 10 മണി വരെ ആ ജനറേറ്ററിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെ കുളിയും നോക്കിയായിട്ട് ഇവർ ഞങ്ങൾ ഓരോ സൈഡിൽ 2 സൈഡാക്കി കിടത്തി. ആണുങ്ങൾ ഒരു വശത്ത്, പെണ്ണുങ്ങൾ ഒരു വശത്ത്. പ്രളയജലം ഇരച്ചെത്തിയപ്പോൾ അഭയഭവനിൽ ശേഖരിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ വസ്തുക്കളുമെല്ലാം ഉപയോഗശൂന്യമായി. പ്രകൃതി ദുരന്തത്താൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച കോട്ടയം കൂട്ടിക്കൽ പ്രദേശത്തെ ജനങ്ങളുടെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുകയാണെന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം പ്രളയത്തിൽ ഒറ്റപ്പെട്ട കാഞ്ഞിരപ്പള്ളി മേഖലയ്ക്ക് അവശ്യവസ്തുക്കൾ കൈമാറുകയും ചെയ്തു. അപ്രതീക്ഷിത പ്രളയ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ കാഞ്ഞിരപ്പള്ളിയുടെ മലയോര പ്രദേശമായ കാവാലി, ഏന്തയാർ, കൂട്ടിക്കൽ മേഖലകളിലേക്കാണ് ചങ്ങനാശ്ശേരി അതിരൂപത സഹായം എത്തിച്ചത്. ഈ മേഖലയിലേക്ക് മഴ ദുരിതപ്പെയ്ത്തായി എത്തി. ഉരുൾപൊട്ടലും വൻ നാശനഷ്ടവും സംഭവിച്ചതോടെ പ്രദേശം തീർത്തും ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത സഹായവുമായി രംഗത്തെത്തിയത്. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രിയുടെ മെഡിക്കൽ സംഘം ദുരന്ത മേഖലയിൽ ചികിത്സാ സൗകര്യമൊരുക്കി രംഗത്തുണ്ടായിരുന്നു. ദുരിതബാധിത പ്രദേശങ്ങളിലേക്കുള്ള അവശ്യ വസ്തുക്കൾ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം കൈമാറുകയും അതിരൂക്ഷമായ പ്രകൃതി ദുരന്തത്താൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും നിരവധി ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ കൂട്ടിക്കൽ പ്രദേശത്തെ ജനങ്ങളുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേർന്നു. കൂട്ടിക്കൽ പ്രദേശത്ത് ജനങ്ങളുടെ ആ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ഒരു സഹായ ഹസ്തവുമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വലിയൊരു ദുഃഖ സംഭവമാണ്. ഈ അവസരത്തിൽ ഈ വേദനിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളോടുള്ള ആ ഐക്യദാർഢ്യം, സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കുവാനും ഇവയൊക്കെ അതിജീവിക്കുവാനും ദൈവം നമുക്ക് ശക്തി പകരട്ടെ. ചങ്ങനാശ്ശേരിയിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ചാരിറ്റി വേൾഡും മീഡിയ വില്ലേജും മറ്റ് സംഘടനകളും സന്യാസ സമൂഹങ്ങളും ഒക്കെ ഈ അവസരത്തിൽ കഴിയുന്നത്ര സഹായവുമായിട്ട് സഹകരിക്കുവാൻ ശ്രമിക്കുന്നു. ദുരിതപ്പെയ്ത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വിജയപുരം രൂപതയും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സജീവമായിരുന്നു. വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ച കൂട്ടിക്കൽ, ഏന്തയാർ, മുണ്ടക്കയം എന്നീ പ്രദേശങ്ങളിൽ വിജയപുരം രൂപതാ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തിശ്ശേരിയിൽ സന്ദർശിച്ച് ദുരിതബാധിതർക്ക് സാന്ത്വനമേകി. ദുരിതപ്പെയ്ത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ച കൂട്ടിക്കൽ, ഏന്തയാർ, മുണ്ടക്കയം എന്നീ പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് വിജയപുരം രൂപതാ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തിശ്ശേരിയിൽ സ്വാന്തനമേകി. ഒപ്പം തന്നെ രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ നടത്തിയത്. മുക്കൂട്ടുതറ അസീസി ആശുപത്രിയുമായി സഹകരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, അവശ്യ വസ്തുക്കളുടെ വിതരണം, വിജയ് സമരിറ്റൻ സേനാംഗങ്ങളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ മുതലായവയാണ് വിജയപുരം രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശങ്ങളിൽ നടത്തിയത്. സേവന പ്രവർത്തനങ്ങൾക്ക് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ ബിനോയ് മേച്ചേരിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ലിനോസ് ബിവേര എന്നിവരാണ് നേതൃത്വം നൽകിയത്. പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ തളർത്തുകയല്ല, മറിച്ച് അത്തരം സാഹചര്യങ്ങളെ ശാസ്ത്രീയ അടിത്തറയിൽ പ്രതിരോധിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് KCBC പ്രസിഡന്റും മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പങ്കുവച്ചിരുന്നു. എല്ലാവരും ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് ഇതെന്നും കേരള കത്തോലിക്ക മെത്രാൻ സമിതി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. KCBC ഫാമിലി കമ്മീഷനും KCBC പ്രോ ലൈഫ് സംസ്ഥാന സമിതിയും KCBCയുടെ വിവിധ വിഭാഗങ്ങളും പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ആശ്വാസവും സഹായവുമായി ഒപ്പമുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്.
കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും നമ്മുടെ സഹോദരങ്ങൾക്ക് ജീവഹാനി സംഭവിക്കാനിടയായത് അത്യന്തം വേദനാജനകമാണെന്നും കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർക്കായി പ്രാർത്ഥിക്കുകയുമാണെന്നും KCBC വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. വീടും സ്വത്തുക്കളും നഷ്ടപ്പെട്ടവരോടും പ്രളയ ദുരിതം അനുഭവിക്കുന്നവരോടും ചേർന്ന് നിൽക്കുവാൻ അടിയന്തര സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനും മെത്രാൻ സമിതി എല്ലാവരോടും അഭ്യർത്ഥിച്ചു. ദുരന്തമുഖത്തേക്ക് ഓടിയെത്തി സഹായിച്ച നല്ലവരായ നാട്ടുകാരും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും അഭിനന്ദനം അർഹിക്കുന്നതായും KCBC വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തി. അടുത്ത കാലത്തായി കേരളം പ്രകൃതി ദുരന്തങ്ങളുടെ നാടായി മാറുന്നത് ആശങ്ക ഉളവാക്കുകയാണെന്ന് വിലയിരുത്തിയ KCBC ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുവാൻ ആവശ്യമായ നയതീരുമാനങ്ങളും പ്രവർത്തന പദ്ധതികളും രൂപപ്പെടുത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതീവ ജാഗ്രത കാണിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. കോവിഡ് മഹാമാരിയും പ്രളയക്കെടുതിയും മൂലം വലയുന്നവരിലേക്ക് പ്രത്യാശയോടെ വെളിച്ചമെത്തിക്കുവാൻ കർമ്മ പദ്ധതി വേണമെന്ന് KCBC ഫാമിലി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കോവിഡിനപ്പുറവും ജീവിതമുണ്ടെന്ന വെബിനാറിൽ പങ്കുവച്ചു. കേരളം നേരിടുന്ന ഭൗതികവും മാനസികവുമായ വെല്ലുവിളികൾ കണ്ടെത്തുവാനും പരിഹരിക്കുവാനുമുള്ള കർമ്മ പദ്ധതികൾ വെബിനാറിലൂടെ രൂപപ്പെടുത്തുവാൻ കഴിയട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. പ്രകൃതിക്ഷോഭത്തിൽ വിവിധ ജില്ലകളിലായി നൂറുകണക്കിന് കുടുംബങ്ങളും വ്യക്തികളും ജീവിത പ്രതിസന്ധികളിൽ വിഷമിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അർഹിക്കുന്ന സഹായം എത്തിക്കണമെന്നും ദുരിതബാധിതർക്ക് സ്ഥിര സംരക്ഷണം നൽകണമെന്നും KCBC പ്രോലൈഫ് സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. ഇടുക്കി രൂപതയുടെ കീഴിലുള്ള ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പേമാരിയിലും മണ്ണിടിച്ചിലിലും നാശനഷ്ടങ്ങൾ സംഭവിച്ച രൂപതയുടെ കീഴിലുള്ള കുടുംബങ്ങൾക്കുള്ള കിറ്റുകൾ വിതരണം ചെയ്യുകയും ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്തു. ആർത്തലച്ചെത്തിയ പേമാരിയിൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർക്ക് താങ്ങായി കൂടെ നിന്ന കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ എന്നും നന്ദിയോടെ സ്മരിക്കപ്പെടേണ്ടതാണ്. കനത്ത മഴയ്ക്കൊപ്പം ഉരുൾപൊട്ടലും സംഭവിച്ചതോടെ എന്തു ചെയ്യും എന്നറിയാതെ വിറങ്ങലിച്ചു നിന്ന ജനതയെ ചേർത്ത് പിടിച്ച മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും പ്രവർത്തനങ്ങളും ത്യാഗ മനോഭാവവും എന്നും സഭാമക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും അവർക്കായി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഉരുകി തീരുവാനുമുള്ള മെഴുകുതിരികളായി മാറുകയാണ് അവർ. പേമാരിയിലും ഉരുൾപൊട്ടലിലും മരണമടഞ്ഞവരുടെ ആത്മശാന്തിക്കായി നമുക്ക് ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം.